ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് LSS 2026 പുതിയ മോഡൽ ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. ആദ്യത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഓപ്ഷൻസ്: പുന്നമടക്കായൽ, ശാസ്താംകോട്ടക്കായൽ, അഷ്ടമുടിക്കായൽ, വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം വേമ്പനാട്ടുകായൽ. അടുത്ത ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററും വീതി 5 സെൻറ്റിമീറ്ററുമായാൽ അതിൻ്റെ ചുറ്റളവ് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ. ചതുരത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കുന്നത് കൂട്ടുകാർക്ക് അറിയാമല്ലോ. നീളം പ്ലസ് വീതി ഗുണിക്കണം 2. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയേ. ചുറ്റളവ് കാണാൻ നീളവും വീതിയും കൂട്ടി 2 കൊണ്ട് ഗുണിക്കണം. 10 + 5 ഗുണിക്കണം 2 = 30, 30. അടുത്ത ചോദ്യം നോക്കാം അല്ലേ. ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ, സൂര്യൻ, ആര്യഭട്ട, ചൊവ്വ. ഏതാണ് ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം? ഉത്തരം ചന്ദ്രൻ, മൂൺ. അടുത്ത ചോദ്യം നോക്കാം അല്ലേ. ഒരക്ക സംഖ്യകളിൽ ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ഏത്? ഒരക്ക സംഖ്യകളിൽ. ഒരക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളായിരിക്കും. ഓപ്ഷൻസ്: 1, 99, 9, 7. ഇവയിൽ ഏതാണ് ഒരക്ക സംഖ്യകളിൽ ഏറ്റവും വലിയ ഒറ്റ സംഖ്യ? 9 ആണല്ലേ. 10 തുടങ്ങുമ്പോൾ 2 അക്കമായില്ലേ. അപ്പോൾ 9 ഒരക്ക സംഖ്യകളിലെ ഏറ്റവും വലുത്. അടുത്തത്: ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് എന്തിനെതിരെയാണ്? ഓപ്ഷൻസ്: ഉപ്പുകരം, വിദേശ വസ്ത്രങ്ങൾ, ഭൂനികുതി, ജാതീയത. ഇതിൽ എന്തിനെതിരായിട്ടാണ് ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത്? ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെടും അല്ലേ. അപ്പോൾ ഉപ്പ് കരത്തിനെതിരെ, സാൾട്ട് ടാക്സിനെതിരെയാണ് ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത്. അടുത്ത ചോദ്യം: സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ എ വിസരണം, ഓപ്ഷൻ ബി ശ്വസനം, ഓപ്ഷൻ സി പ്രകാശ സംശ്ലേഷണം, ഓപ്ഷൻ ഡി ബാഷ്പീകരണം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഉത്തരം പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. ഭാരതത്തിൻ്റെ ദേശീയ ഗീതം രചിച്ചതാരാണ്? സുബ്രഹ്മണ്യ ഭാരതി, സരോജിനി നായിഡു, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ. ഭാരതത്തിൻ്റെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം ആരാണ് രചിച്ചത്? ബംഗാളി ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു ഗീതമാണ് വന്ദേ മാതരം. അത് രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം: ചൊവ്വ, വ്യാഴം, ഭൂമി, ശനി. ഏതു ഗ്രഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത്? ശനി അഥവാ സാറ്റേൺ. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. അടുത്ത ചോദ്യം: 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണ്? 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണ്? 45, 50, 60, 55. കൂട്ടുകാരൊന്ന് കൂട്ടി നോക്കിയേ. ഉത്തരം 55. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെ പേരെന്താണ്? സാഹിത്യകാരന്മാരും അവരുടെ തൂലികാനാമങ്ങളുമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. തിക്കോടിയൻ ആരാണ്? ഉത്തരം പി കുഞ്ഞനന്ദൻ നായർ. പി
കുഞ്ഞനന്തൻ നായരാണ് തിക്കോടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കടം കഥയുടെ ഉത്തരമാണ് അടുത്തത്. സൂചി പോലെ ഇല വന്നു, പായ പോലെ വിരിഞ്ഞു. ഇതിലേതാണ്? പനയാണോ, വാഴയാണോ, ആനയാണോ, ആകാശമാണോ? ശരി ഉത്തരം സൂചി പോലെ ഇല വന്നു, പായ പോലെ വിരിഞ്ഞു. ഉത്തരം വാഴ. അടുത്ത ചോദ്യം, ആയെന്ന് എന്ന വാക്കിനെ പിരിച്ചെഴുതാനാണ്. ആയെന്ന് എന്ന വാക്കിനെ പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? എല്ലാവരും പിരിച്ചെഴുത്ത് പരിശീലിച്ചിട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ആയി പ്ലസ് എന്ന്, ആയെന്ന്. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 5 നദികളുടെ നാട്, ലാൻഡ് ഓഫ് 5 റിവേഴ്സ്. രാജസ്ഥാൻ, പഞ്ചാബ്, കേരളം, തമിഴ്നാട്. 5 നദികളുടെ നാട് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി പഞ്ചാബ്. 5 നദികളുടെ നാട് പഞ്ചാബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നു പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നത് നേതാജി എന്ന പേരിലാണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ദേശാടന പക്ഷി അല്ലാത്തത്? പെലിക്കൺ, മഞ്ഞക്കിളി, വേഴാമ്പൽ, ആർട്ടിക് ടേൺ. ദേശാടന പക്ഷികളെക്കുറിച്ച് മക്കൾ പഠിച്ചിട്ടില്ലേ? ഇതിലേതാണ് ദേശാടന പക്ഷി അല്ലാത്തത്? ഉത്തരം വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് വേഴാമ്പൽ. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ പെടാത്തത് ഇവയിലേതാണ്? ഖരം, നീരാവി, പ്ലാസ്മ, ദ്രാവകം. പദാർത്ഥങ്ങളുടെ വിവിധ തരം അവസ്ഥകളെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഇവയിലേതാണ്? ശരി ഉത്തരം നീരാവിയാണ് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ പെടാത്തത്. അടുത്ത ചോദ്യം നോക്കാം. ഖര അവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് ജലത്തെ മാറ്റണമെങ്കിൽ എന്തു ചെയ്യണം? സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് നമ്മൾ ജലത്തെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ചൂടാക്കണോ അല്ലെങ്കിൽ തണുപ്പിക്കണോ? ഉത്തരം നമ്മളതിനെ ചൂടാക്കണം. അടുത്ത ചോദ്യം നോക്കാം അല്ലേ. നമ്മുടെ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? വാട്ട് ഈസ് റിട്ടൺ അണ്ടർ അവർ നാഷണൽ എംബ്ലം? നമ്മുടെ ദേശീയ മുദ്ര എന്താണ്? നാഷണൽ എംബ്ലം സിംഹമുദ്രയാണ് അല്ലേ, ലയൺ ക്യാപിറ്റൽ. അപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന വാചകം സത്യമേവ ജയതേ, സത്യം മാത്രം വിജയിക്കട്ടെ എന്ന വാചകങ്ങളാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ശുക്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷി ഏതാണ്? ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷി ഏതാണ്? കിവി, ഒട്ടകപ്പക്ഷി, മയിൽ, പെൻഗ്വിൻ. കിവി, ഓസ്ട്രിച്ച്, മയിൽ, പെൻഗ്വിൻ. ഏതാണ്? ഒട്ടകപ്പക്ഷിയാണ് കേട്ടോ ഉത്തരം, ഒട്ടകപ്പക്ഷി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും ബായ്.